അധ്യായം 39. ആനിന്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ച കീർത്തിക്ക് രാവിലെ ആയപ്പോൾ ഹാങ് ഓവർ കാരണം സഹിക്കാൻ കഴിയാത്ത തലവേദന ഉണ്ടായി. ഇത് കണ്ട് പരിഭ്രമിച്ച വരുൺ സഞ്ജുവിനോട് ഡോക്ടറെ വിളിക്കാൻ പറയുന്നു. എന്താ സഞ്ജു, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഡോക്ടറെ വിളിക്കേ. കീർത്തിക്ക് തീരെ വയ്യ, തല വേദനിച്ചിട്ട് അവള് കിടന്ന് കരയാ. നമുക്ക് എന്തെങ്കിലും വേഗം ചെയ്യണം. ഹേയ് ബ്രോ, അത് ജസ്റ്റ് ഒരു ഹാങ് ഓവർ ഹെഡേക്ക് അല്ലേ. നല്ലൊരു കോഫി ഇട്ട് കുടിച്ചാൽ മാറിക്കോളും. ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? നിന്നോട് എന്നെ ഉപദേശിക്കാനല്ല, ഡോക്ടറെ വിളിക്കാനാ പറഞ്ഞേ. അവളുടെ അവസ്ഥ അത്രയ്ക്ക് മോശമാ. ഒന്നുകിൽ ഡോക്ടറെ വിളിച്ച് വരുത്തണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. രണ്ടായാലും എത്രയും വേഗം വേണം. ഷീസ് ക്രൈയിങ് മാൻ. സോറി ബ്രോ, വെള്ളം അടിച്ചാൽ എല്ലാവർക്കും സാധാരണ തലവേദന ഉണ്ടാവില്ലേ? അതിനെല്ലാം ഹോം റെമഡി അല്ലേ ചെയ്യുക, അല്ലാതെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോവും. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേ. ഇനിയിപ്പോ നിനക്ക് നിർബന്ധമാണെങ്കിൽ തന്നെ കീർത്തിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ച് നിനക്ക് അവളുടെ കൂടെ നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റില്ലല്ലോ. അതിനേക്കാളും നല്ലത് ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കുന്നതാ. പക്ഷെ നമ്മുടെ ഫാമിലി ഡോക്ടർ ആണെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണല്ലോ, പിന്നെ എന്ത് ചെയ്യും? സഞ്ജു ആലോചനയോടെ വരുണിനെ നോക്കി പറഞ്ഞു. വരുണാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലായിരുന്നു. വാട്ട് സഞ്ജു, ഈ സിറ്റിയിൽ വേറെ ഡോക്ടർമാർ ആരും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും കാണിച്ച് കീർത്തിക്ക് ബുദ്ധിമുട്ട് മാറി കിട്ടണം. എനിക്ക് അത്രേ ഉള്ളൂ. എനിക്ക് ഒരു എക്സ്ക്യൂസസും കേൾക്കണ്ട. അവൾ ഓക്കെ ആവണം എത്രയും പെട്ടെന്ന്. വരുൺ ദേഷ്യം പിടിച്ച് കാണുന്നത് സഞ്ജുവിന് നല്ല രസമായി തോന്നി. അവൻ മനഃപൂർവ്വം വരുണിന്റെ ദേഷ്യം കൂട്ടാൻ നോക്കിക്കൊണ്ടിരുന്നു. അതല്ല വരുൺ, നമ്മൾ പുറത്തു നിന്ന് ഡോക്ടറെ വിളിക്കുമ്പോ ചിലപ്പോൾ മെയിൽ ഡോക്ടർ വന്നാലോ? നിന്റെ വൈഫിനെ മറ്റൊരു പുരുഷനെ കൊണ്ട് പരിശോധിപ്പിക്കാൻ നിനക്ക് ഇഷ്ടമാണോ? തലവേദനയാണെങ്കിലും ചിലപ്പോ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ വേണ്ടി വരും. സഞ്ജു പറയുന്നത് ഗൗരവത്തിലാണെങ്കിലും അത് വരുണിനെ കളിയാക്കുക എന്ന ഉദ്ദേശം വെച്ച് മാത്രമായിരുന്നു. വരുണ് പെട്ടെന്ന് തന്നെ അത് മനസ്സിലായി. അവൻ സഞ്ജുവിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിയെടുത്ത് അവന്റെ ഫാമിലി ഡോക്ടർ ദീപ്തിക്ക് ഡയൽ ചെയ്തു. വരുണിന്റെ കുടുംബവുമായി അവർക്ക് ഫാമിലിപരമായ ബന്ധവും ഉണ്ടായിരുന്നു. വരുണിന്റെ മുത്തശ്ശൻ മിക്കവാറും അവരെയായിരുന്നു കൺസൾട്ട് ചെയ്തിരുന്നത്. ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടു. ഹലോ ഡോക്ടർ, വരുണാണ്. കോൾ സ്വീകരിച്ചതും വരുൺ പറഞ്ഞു, യെസ് വരുൺ, പറയൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ? അത് ഡോക്ടർ, പിന്നെ ഈ പോസ്റ്റ് ഡ്രിങ്കിങ് ഹാങ് ഓവർ മാറാൻ വല്ല മരുന്നുണ്ടോ? വരുൺ മടിച്ചു ചോദിച്ചു. നോക്ക് വരുൺ, ഹാങ് ഓവർ ഭേദമാകാൻ ഇതുവരെ ഒരു പ്രത്യേക മരുന്നുണ്ടാക്കിയിട്ടില്ല. ചിലര് തലവേദന മാറാൻ തലവേദനയ്ക്കുള്ള മെഡിസിൻ എടുക്കുന്നു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ലക്ഷണത്തിനനുസരിച്ചിട്ടാണ് റെമഡി ചെയ്യാറുള്ളത്. ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വരുണിന് മനസ്സിലായില്ല. മാം, ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? അതായത് വരുൺ, ഈ ഹാങ് ഓവർ എന്നാൽ ഓരോരുത്തരുടെയും ശരീരത്തിനനുസരിച്ച് ഹാങ് ഓവറിനും വ്യത്യാസം ഉണ്ടാവും. കോമൺ ആയി എല്ലാവർക്കും തലവേദന ഉണ്ടാകാറ്, അല്ലാതെ വൊമിറ്റിംഗ്, സ്റ്റൊമക് അപ്സെറ്റ്, അങ്ങനെ ഓരോരുത്തരിലും ഓരോ രീതിയിൽ എഫക്ട് ആവാറുള്ളത്. അപ്പോ കൊടുക്കുന്ന മരുന്നുകളും വ്യത്യാസമുണ്ട്. പിന്നെ ഈ വ്യത്യാസം കൊണ്ട് തന്നെ ഹാങ് ഓവർ മരുന്നുകൊണ്ട് മാറാൻ പ്രയാസം. എന്നാലും ഞാൻ ചില മരുന്നുകളുടെ പേര് മെസ്സേജ് അയച്ചു തരാം. അതിലൊരു മരുന്നുണ്ട്. ആ മരുന്ന് ചെറു ചൂടുവെള്ളത്തിൽ പറഞ്ഞ അളവില് മിക്സ് ചെയ്ത് വയ്യാത്ത ആളിന് കൊടുത്തോളും. 2 മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം. വരുണൊരു കാര്യം ചെയ്യും, ഫോൺ കുറുപ്പായിട്ടിന് കൊടുക്ക. ഞാൻ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞു കൊടുക്കാം. എനിക്ക് പറഞ്ഞാ മതി, ഞാനാണ് മരുന്നുണ്ടാക്കുന്നത്. വരുൺ പറഞ്ഞത് കേട്ട് ഡോക്ടർ അമ്പരന്ന് പോയി. അവർക്ക് അവന്റെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ ഓർമ്മ വന്നു. മരുന്ന് കാണുമ്പോഴേ ഓടുന്ന കുഞ്ഞു ചെറുക്കൻ ഇപ്പോതാ മരുന്നുണ്ടാക്കാനായി നിൽക്കുന്നു. അവർ ചിന്തയിൽ നിന്നുണർന്നത് വരുണിന്റെ ശബ്ദം കേട്ടിട്ടാണ്. ഓക്കെ വരുൺ, അങ്ങനെയാണെങ്കിൽ മരുന്നുണ്ടാക്കുന്ന വിധം ഞാൻ മെസ്സേജ് അയച്ചു തരാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ വരുൺ, ആർക്കാ ഈ ഹാങ് ഓവർ? ഇയാൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാനും മാത്രം സ്പെഷ്യലായ ആ പേഴ്സൺ ആരാ? സോറി ഡോക്ടർ, അതിന്റെ പേഴ്സണൽ വിഷയമാണ്. തൽക്കാലം അത് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വരുൺ അവൾ ചോദിച്ചത് ഇഷ്ടപ്പെടാത്തതുപോലെ മറുപടി പറഞ്ഞു. അവൻ അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഓക്കെ വരുൺ, ഞാൻ മരുന്നുണ്ടാക്കുന്ന വിധവും മെസ്സേജ് ചെയ്യാം. വരുൺ ഫോൺ കട്ട് ചെയ്തതും അവരുടെ സംഭാഷണങ്ങളെല്ലാം കേട്ടിരുന്ന സഞ്ജു അവന്റെ അടുത്തേക്ക് ചെന്നു. നിന്റെ വർത്തമാനം കേട്ടിട്ട് അവര് മിക്കവാറും നിനക്ക് മരുന്നിന്റെ പേര് അയച്ചു തരും. എന്തിനാ ആവശ്യമില്ലാത്ത ദേഷ്യം കാണിക്കുന്നത്? ഞാൻ ദേഷ്യം കാണിച്ചിട്ടൊന്നുമില്ല. പറയാൻ താല്പര്യമില്ലാത്തത് പറയില്ല എന്ന് പറഞ്ഞു. അത് ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൾ കട്ട് ചെയ്തതും വരുൺ അക്ഷമയോടെ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞിട്ടും ഡോക്ടർ മരുന്നിന്റെ പേരിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടതും സഞ്ജു വീണ്ടും വരുണിനെ ചൊറിയാനായി വന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നേരാവണ്ണം പെരുമാറിയിരുന്നെങ്കിൽ മരുന്നിന്റെ പേരെങ്കിലും കിട്ടിയിരുന്നേനെ. അല്ലേലും നിനക്ക് ദേഷ്യം കുറച്ച് ഓവറാ. സഞ്ജു സംസാരിക്കുന്നതിനിടയ്ക്ക് വരുണിന്റെ ഫോണിലേക്ക് ഡോക്ടറുടെ മെസ്സേജ് വന്നു. അത് കണ്ടതും വരുൺ ധൃതിയിൽ എഴുന്നേറ്റ് സഞ്ജുവിനെ നോക്കി.
വളവളാന്ന് സംസാരിച്ച് നിൽക്കാതെ പോയി ഈ മരുന്ന് വാങ്ങി വാ. വേറെ ആരെയും ഏൽപ്പിക്കാൻ നിൽക്കണ്ട, നീ തന്നെ പോയി വാങ്ങണം. വാങ്ങുമ്പോ എക്സ്പയറി ഡേറ്റ് നോക്കി വാങ്ങണം, മനസ്സിലായോ? ഒട്ടം കളിച്ച് നിൽക്കാതെ വേഗം പോയിട്ട് വാ. ഓ എന്റെ സാറ്, മതി ഉപദേശം. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല. ഞാൻ തന്നെ നേരിട്ട് പോയി മരുന്ന് വാങ്ങിച്ചു വരാം. അതുവരെ കുറച്ച് സമാധാനത്തിലിരിക്കും. സഞ്ജു മരുന്ന് വാങ്ങാനായി പുറത്തേക്ക് പോയതും വരുൺ കീർത്തിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ ബെഡിൽ തളർന്നു കിടന്നുറങ്ങുകയായിരുന്നു. അവളെ ആ രൂപത്തിൽ കണ്ടപ്പോൾ ശരിക്കും ഒരു രോഗിയെ പോലെ തോന്നിച്ചു. കീർത്തിയുടെ ആ കിടത്തം വരുണിനെ വല്ലാതെ ബാധിച്ചു. അവൻ അവളുടെ അടുത്തിരുന്ന് അവളുടെ തലയിലൂടെ പതിയെ തഴുകി തലോടിക്കൊണ്ടേയിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞതും റൂമിന്റെ വാതിലിൽ മുട്ടുകേട്ടു. വരുൺ ചെന്ന് വാതിൽ തുറന്നു. സഞ്ജു മരുന്നുമായി മടങ്ങി വന്നതായിരുന്നു. വരുൺ വേഗത്തിൽ അവന്റെ കയ്യിൽ നിന്നും മരുന്ന് വാങ്ങി താഴേക്കിറങ്ങി നടന്നു. താഴെ എത്തിയതും സഞ്ജുവിന്റെ കയ്യിൽ നിന്ന് ഫോൺ ചോദിച്ചു. സഞ്ജു, ആ ഫോണിങ് തോന്നേ. എന്തിനാ നിനക്കിപ്പോ ഫോൺ? മാട്രിമോണിയിൽ നിനക്കൊരു പെണ്ണിനെ നോക്കാൻ. പൊട്ട, ഈ മരുന്നുണ്ടാക്കുന്ന വിധം ഡോക്ടർ മെസ്സേജായി അയച്ചിരിക്കുക. ഫോണില്ലാതെ പിന്നെ എങ്ങനെയാ ഞാനത് ഉണ്ടാക്കുക? സഞ്ജുവിനോട് ചൂടായി വരുൺ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ വരുണിനെ കണ്ട് എല്ലാവരും അമ്പരന്ന് നോക്കി. എല്ലാവരും കുറച്ചു നേരത്തേക്കൊന്ന് പുറത്തേക്ക് നിന്നേ, എനിക്കൊരു മരുന്നുണ്ടാക്കണം. ഉറപ്പേട്ടാ, ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ എനിക്കൊന്ന് എടുത്തു തന്നെ. വരുണിന്റെ ഈ പ്രവൃത്തി എല്ലാവരിലും അമ്പരപ്പുണ്ടാക്കുന്നതായിരുന്നു. എല്ലാവരും നിശബ്ദരായി അവൻ ചെയ്യുന്നത് നോക്കി നിന്നു. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് അരമണിക്കൂറിനുള്ളിൽ അവൻ മരുന്ന് തയ്യാറാക്കി. അവൻ ആ മരുന്ന് പാനീയവുമായി കീർത്തിയുടെ അടുത്തേക്ക് ചെന്നു. വാടിയ ചേമ്പില പോലെ തളർന്നു കിടക്കുകയായിരുന്നു അവൾ. വരുൺ വന്ന് കീർത്തിയെ വിളിച്ചുണർത്തി. തളർന്ന മിഴികൾ ഉയർത്തി അവൾ അവനെ നോക്കി. കീർത്തി, എഴുന്നേറ്റ്, എന്നിട്ട് ഈ മരുന്ന് കുടിക്കും. കയ്പുണ്ടെങ്കിലും മുഴുവനായും കുടിച്ചേ പറ്റൂ. നിനക്കിങ്ങനെ കിടന്നാ മതിയോ? എഴുന്നേറ്റ് നടക്കണ്ടേ? കീർത്തി വെറുതെ വരുണിനെ നോക്കിയിരുന്നു. സ്വയം പരിക്ക് പറ്റിയിരിക്കുമ്പോഴും അവൻ തന്നെ പരിചരിക്കുന്നത് കണ്ട് അവൾ സന്തോഷിച്ചു. അവൾക്ക് വേണ്ടി അവൻ കഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം ആ കയ്പുള്ള മരുന്ന് അവൾ കുടിച്ചു തീർത്തു. മരുന്ന് കുടിച്ചതും വരുൺ അവളെ പതിയെ ബെഡിലേക്ക് ചായച്ചു കിടത്തി. ഒരു പുതപ്പ് കൊണ്ട് മൂടി. അവളെ റെസ്റ്റ് എടുക്കാൻ വിട്ട് അവൻ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. സമയം 5 മണിക്കൂർ കടന്നുപോയി. ഈ സമയം അത്രയും വരുൺ ഇടയ്ക്കിടയ്ക്ക് വന്ന് കീർത്തിയെ പരിശോധിച്ച് മരുന്ന് കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷെ അവളുടെ ആരോഗ്യസ്ഥിതിയിൽ യാതൊരു പുരോഗതിയും അവൻ കണ്ടില്ല. അവളുടെ തളർച്ച അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. സഹികെട്ട് അവൻ ഡോക്ടറെ പിന്നെയും വിളിച്ച് സംസാരിച്ചു. ഡോക്ടർ, നിങ്ങൾ പറഞ്ഞതുപോലെ മരുന്ന് കൊടുത്തിട്ടും യാതൊരു മാറ്റവും കാണുന്നില്ല. ഇനി എന്താ ചെയ്യാ? വരുൺ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ മരുന്ന് കൊടുത്തിട്ട് മാറ്റം കാണുന്നില്ലെന്നാണ് പറയുന്നത്. സാധാരണ 2 or 3 ഡോസ് മരുന്ന് ചെല്ലുമ്പോഴേക്കും മാറ്റം കാണേണ്ടതാ. പക്ഷേ ഇനിയിപ്പോ എന്താ ഡോക്ടർ, പറയേ. നോക്ക് വരുൺ, നിങ്ങൾക്ക് അയാൾ കഴിച്ച മദ്യത്തിന്റെ പേരറിയാമോ? അതറിഞ്ഞാ അതനുസരിച്ചുള്ള ഒരു മരുന്ന് നോക്കായിരുന്നു. ഓക്കെ ഡോക്ടർ, ഞാനത് അന്വേഷിച്ച് വിളിക്കാം. വരുൺ കോൾ കട്ട് ചെയ്ത് സഞ്ജുവിനെ നോക്കി ചോദിച്ചു. കീർത്തി വെള്ളമൊടിച്ചത് ആനിനൊപ്പമാണെന്നല്ലേ പറഞ്ഞേ? അതെ, എന്താ ചോദിച്ചേ? കീർത്തി കഴിച്ച മദ്യത്തിന്റെ പേരറിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള മരുന്ന് എഴുതി തരാമെന്ന് ഡോക്ടർ പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം. കീർത്തിയോട് ഇപ്പൊ ചോദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആനിനോട് ചോദിക്കാം. അവളല്ലേ കീർത്തിയെ കുടിപ്പിച്ചേ. അപ്പൊ അതിന്റെ കോൺസിക്വൻസസ് അവളും അറിയട്ടെ. നീ എന്തു പറയുന്നു? വരുണിന്റെ ചോദ്യം കേട്ടതും സഞ്ജു ഗൂഢമായെന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായും അവൾ അറിഞ്ഞല്ലേ പറ്റൂ. നീ പറ, എങ്ങനെ ചോദിക്കണം അവളോട്? കീർത്തിയുടെ അടുത്ത സുഹൃത്തായതുകൊണ്ട് മാത്രം ഏറ്റവും മാന്യമായ രീതിയിൽ നേരിട്ട് തന്നെ ചോദിച്ചു കളയാം. ഓക്കെ, പക്ഷെ നമ്മളോട് തിരിച്ചു മാന്യത കാണിച്ചില്ലെങ്കിലോ? ആളുടെ സ്വഭാവം വെച്ച് നല്ല രീതിയിൽ വരാൻ ചാൻസ് കുറവാണ്. അതിന് നീ അവളോട് സംസാരിക്കാൻ നിൽക്കണ്ട. ആൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. സംസാരക്ക് ഇവിടെ വന്നിട്ടാവാം. കീർത്തി വന്നതിന് ശേഷം ആദ്യമായി സഞ്ജു പഴയ വരുണിനെ കണ്ടു. യാതൊരു ഫീലിംഗ്സും ഇല്ലാത്ത റോബോട്ടായ വരുണിനെ. സഞ്ജു ഗാർഡ്സിനെയും കൂട്ടി ആനിന്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ അകത്തേക്ക് കയറാതെ പുറത്തുനിന്ന് ഗാർഡ്സ് പോയി ഡോർ ബെല്ലടിച്ചു. അകത്ത് നിന്ന് ഉച്ചത്തിൽ മ്യൂസിക് കേൾക്കുന്നുണ്ടായിരുന്നു. 2 or 3 വട്ടം കോളിംഗ് ബെൽ അടിച്ച ശേഷമാണ് അവൾ വന്ന് വാതിൽ തുറന്നത്. അവളും ഹാങ് ഓവറിൽ തന്നെയായിരുന്നു. മുന്നിലെ ഗാർഡ്സിനെ കണ്ടതും അവളൊന്ന് ഞെട്ടി. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ? ആരാ നിങ്ങള്? എന്തിനാ വന്ന്? ഒരു ഗാർഡ് മുന്നോട്ട് വന്ന് അവളോട് പറഞ്ഞു, മാഡത്തിനോട് വീട്ടിലേക്ക് വരാൻ സാറ് പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ തന്നെ വന്നാൽ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പോവാം. വീട്ടിലേക്കോ? ഏത് സാറ്? എന്താ കാര്യം? കാര്യം പറയാതെ ഞാൻ എങ്ങോട്ടുമില്ല. ആൻ പറഞ്ഞത് കേട്ടതും കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ സഞ്ജു ഗാർഡിന് സിഗ്നൽ കൊടുത്തു. ഒരാൾ അകത്തേക്ക് ചെന്ന് അവളുടെ 2 കൈകളും പിറകിലേക്ക് കെട്ടിവച്ചു.
തലയിലൂടെ ഒരു മൂടുപടം ഇട്ടുകൊടുത്തു. എല്ലാം ഞൊടിയിടയിലായതുകൊണ്ട് തന്നെ ആനിന് ഒന്ന് എതിർക്കാൻ പോലും കഴിഞ്ഞില്ല. ബോധം വന്നതും അവൾ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. ഏയ്, ആരാ നിങ്ങള്? എന്തിനാ എന്നെ പിടിച്ചോണ്ട് പോണേ? പ്ലീസ് എന്നെ കെട്ടടിച്ചു വിട്. എന്താണെങ്കിലും സംസാരിച്ചു തീർക്കാം. പറയുന്നതൊന്ന് കേക്ക് പ്ലീസ്. ഹലോ കോയ്. ആൻ നോൺ സ്റ്റോപ്പായി സംസാരിച്ചുകൊണ്ടേയിരുന്നു. അത് കേട്ട് ഗാർഡിൽ ഒരാൾ മറുപടി പറഞ്ഞു. പ്ലീസ് മാഡം, നിങ്ങൾ പറയുന്നത് അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പോയി തിരിച്ചു വരാം. കാര്യമൊക്കെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലീസ് ഞങ്ങളോട് ബഹളം ഉണ്ടാക്കാതെ സഹകരിക്കുക. ഗാർഡിന്റെ വാക്കുകൾ കേട്ടതും ആൻ നിസ്സഹായതയോടെ അവിടെ നിന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ആശങ്ക അവളിൽ ഉണ്ടായിരുന്നു. കീർത്തിയെ ഈ അവസ്ഥയിലാക്കിയതിന് വരുൺ ആനിനെ ശിക്ഷിക്കുമോ? ആനിനെ ഉപദ്രവിച്ചാൽ കീർത്തി അടങ്ങിയിരിക്കുമോ? വരുണിനെ കാണുമ്പോൾ എന്തായിരിക്കും ആനിന്റെ